ദൃശ്യം 3 മെയ് 21 വേൾഡ് വൈഡ് റിലീസാണ്. എന്തായാലും 4ാം ക്ലാസ് തന്നെ ജോർജ് കുട്ടിയുടെ 3ാമത്തെ വരവാണ്. ആദ്യത്തെ വരെ തന്നെ മലയാള സിനിമയിലെ റെക്കോർഡായിരുന്നു, 50 കോടിയായിരുന്നു. രണ്ടാമത്തത് OTT-യിലായിരുന്നു. അതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. OTT-യിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം പ്രേക്ഷകർ കണ്ടൊരു സിനിമ തന്നെയാണ് ദൃശ്യം 2. ദൃശ്യത്തിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, അത് സ്വാഭാവികമായിട്ട്. കാരണം അങ്ങനെ ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ സിനിമകൾക്ക് എപ്പോഴും എല്ലാവരും, അതായത് ഒരു ഏജ് വൈസ് ഒന്നും ഇല്ലാതെ എല്ലാവരും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അപാരവൃതം ജനങ്ങൾ കാണുന്നൊരു സിനിമയാണ് ഈ ദൃശ്യം. ആ രീതിയിലുള്ള ഫ്രാഞ്ചൈസിയാണ്. ജിത്തു ജോസഫ് അത് വരുമ്പോൾ നല്ലപോലെ മേക്ക് ചെയ്യും. ദൃശ്യം 3-ൽ ജോർജ് കുട്ടിയെ പൂട്ടുപോകും. പക്ഷേ ഇവർ സ്പോയിലർ പോലല്ല, ഇവർ സംവിധായകരൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദൃശ്യം 4 ചിലപ്പോൾ കാണാം, ദൃശ്യം 5 കാണാം. പിന്നെ മോഹൻലാലും കഴിഞ്ഞ ദിവസം പറഞ്ഞു 25 വർഷം കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ, ലേറ്റസ്റ്റ് ഇഷ്ടംപോലെ ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ഇങ്ങനെ വേണം പ്രൊമോഷൻ ചെയ്യാൻ. എൻ്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞു ഇങ്ങനെ വേണം പ്രൊമോഷൻ ചെയ്യാൻ. അതുപോലെ പ്രൊമോഷൻസ് ആണ് കൊടുക്കുന്നത്. എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ്. അന്നേരം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ട് 10-25 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ജോർജ് കുട്ടിയെ പൂട്ടും എന്ന് പറഞ്ഞിടത്ത് ജോർജ് കുട്ടിയെ ദൃശ്യം 3-ൽ പൂട്ടത്തില്ല. മോഹൻലാൽ എന്തായാലും പിടിക്കപ്പെടത്തില്ല പോലീസിന് മുമ്പിൽ എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ രീതിയിൽ തന്നെ അവർ നിഗമനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല ത്രില്ല്. സിനിമയുടെ ത്രില്ലെന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയൊക്കെ ഈ പല സംഭവ വികാസങ്ങളിലൂടെ ഇപ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രെയിലിനകത്ത് കാണുന്ന പോലെ മീഡിയക്കാരുൾപ്പെടെ ഉള്ളവരൊക്കെ വരുന്നുണ്ട് മോഹൻലാലിനെ വായിച്ചിട്ട്. ഇവരിലെല്ലാം മോഹൻലാൽ ജോർജ് കുട്ടി എങ്ങനെ രക്ഷപ്പെടുന്നു എന്നറിയുന്നതാണ് ഇതിൻ്റെ ത്രില്ല്. അത് ഗംഭീരമായിട്ട് എടുക്കണം. ഗംഭീരമായിട്ട് ജിത്തു ജോസഫ് എടുക്കുമായിരിക്കും. എനിക്ക് പോരാൻ തോന്നിയിട്ടുള്ളത് ജിത്തു ജോസഫിൻ്റെ സിനിമകളിലെ ഫോട്ടോഗ്രാഫിയാണ്. സതീഷ് കുറുപ്പിൻ്റെ ഫോട്ടോഗ്രാഫി, അദ്ദേഹം ഗംഭീര ഫോട്ടോഗ്രാഫർ, പക്ഷേ ഒരു സീരിയൽ ലെവൽ ഫോട്ടോഗ്രാഫിയാണ്. ആ ലെവലൊന്നും മാറ്റിപ്പിടിച്ചാൽ, സതീഷ് കുറുപ്പ് തന്നെ അദ്ദേഹം ഗംഭീര ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളായിരിക്കാം, സീരിയൽ ലെവലൊന്നും മാറ്റിപ്പിടിച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ പടം നല്ല രീതിയിൽ സസ്പെൻസും അതുപോലെ തന്നെ ഇമോഷൻ നല്ലപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇമോഷനൊക്കെ നല്ലപോലെ സൂപ്പറായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന താരം അല്ലെങ്കിൽ അഭിനേതാവ് ഗംഭീരമാക്കുന്നുള്ള സംശയമില്ല. അന്നേരം അത് തകർക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മെയ് 21 മോഹൻലാലിൻ്റെ പിറന്നാളിന് അതിമനോഹരമായ ഒരു ദിവസം തന്നെ ആയിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം.